ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ചെയ്ത വീഡിയോസിൻ്റെ കണ്ടൻറ് എന്തായെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ചെയ്തതാര് എന്നുള്ളതിന് ഞാൻ പ്രശസ്തി കൊടുക്കുന്നില്ല, പക്ഷെ കണ്ടൻറ് എന്താ എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്താ വെച്ചാൽ തെറിത്തള്ള എന്നറിയപ്പെടുന്ന നമ്മുടെ തെറി ബീബിയുടെ മകനെക്കുറിച്ച് സംസാരിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊയന്തുണ്ണി പോലത്തെ ഒരു പെണ്ണുങ്ങൾ നിലവിൽ വന്നതാണ്. അപ്പോൾ ആ മൊയന്തുണ്ണി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, തെറിത്തള്ളനെ നിനക്ക് മനസ്സിലായിട്ടില്ല, അവൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, നീ ആർക്ക് വേണ്ടിയിട്ടാ? അപ്പുറത്തെ അസങ്കോയക്കും കണാരനും വേണ്ടിയിട്ടാണോ നീ ജീവിക്കുന്നത്? നിന്റെ തള്ള ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ജീവിച്ചത്? കണാരനും ദിവാകരനും വേണ്ടിയിട്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ 2 മക്കൾ എൻ്റെ മുമ്പിലുണ്ട്. ഓലോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. മക്കളോട്, മക്കളുടെ പപ്പ നാട്ടിലില്ലാത്ത എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പപ്പ നാട്ടിലില്ലാത്ത എന്തെങ്കിലും ഫീൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ വിചാരിച്ച രീതിയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? പപ്പനെ മിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നല്? ഓർക്ക പറയ്. അപ്പോൾ എവിടെയെങ്കിലും പോവണമെങ്കിലോ? അപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇങ്ങനൊരു ഡയലോഗ് അടുപ്പിക്കാൻ കാരണം, ആ തെറിത്തള്ളൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തെറിത്തള്ള ചാവാനും കൊല്ലാനും മടിക്കൂല എന്ന് പറയുമ്പോൾ ഓരോ അമ്മയും അങ്ങനെയാണ് മക്കളെ, മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഞാനിപ്പോൾ അവരുടെ മുഖം കാണിക്കാത്ത, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ മുഖം കാണിക്കാത്തത്. അല്ലേ എനിക്ക് അവരുടെ മുഖം കാണിക്കുന്നതിന് എന്താ? അപ്പം അത്രമേൽ അവർക്ക് പപ്പ നാട്ടിലില്ലാഞ്ഞിട്ട് പോലും ഞാൻ അത്രമേൽ നല്ലോണം നോക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നിനക്കെന്ത് മനസ്സിലായി മൊയന്തുണ്ണി? നീ വിചാരിക്കുന്നുണ്ടാവും മറ്റൊരാൾ അവർക്ക് സിംഗിൾ മദറായി നിൽക്കുമ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാനും ഒരു സിംഗിൾ മദറാണ്. ഹസ്ബൻഡ് ദുബായിലാണ്, ആൾ പൈസ അയച്ച് തരുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാമായി എന്നൊന്നും ചിന്തിക്കരുത്. പിന്നെയുണ്ട്, നമുക്ക് പൈസ തന്നെ കിട്ടിയിട്ട് കാര്യമല്ല, ആൾബലം വേണം. ഒക്കെ പോട്ടെ, ഇനി തിരിച്ചൊരു ചോദ്യം. ഉമ്മാക്ക് അസുഖം വന്നാൽ എന്താ ചെയ്യല്? ഓർക്ക പറയ്. എങ്ങനെ നോക്കും? പിന്നെ നമുക്ക് മെഡിസിനൊക്കെ എങ്ങനെയാ കിട്ടല്? എങ്ങനെയാ ഡോക്ടറെ അടുത്ത് പോകല്? കേട്ടോ, ഇതൊക്കെ ഉറക്കെ പറയും. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ മക്കള് തിരിച്ചു അങ്ങനെയാ. എനിക്ക് വയ്യാതെ ആയാൽ അവനാണ് ഡോക്ടറെ അടുത്ത് പോവുക ഷീട്ടുമായിട്ട്. അവൻ കാര്യം പറയും, ഗുളിക മേടിക്കും, ഇവിടെ കൊണ്ടുത്തരും. അതാണ്. അപ്പം നിന്റെ തെറിത്തള്ളേൻ്റേത് മാത്രം വലുതാക്കി പറയുമ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? നീ ഒന്നിനും പറ്റാത്തൊരുത്തിയായിപ്പോയി. ഇത്തിരിയെങ്കിലും എന്തിനെങ്കിലും പറ്റുമെന്നുണ്ടായിരുന്നേ നിന്റെ ഉമ്മാനെങ്കിലും നീ ഒന്ന് ചിന്തിക്കായിരുന്നു. നിന്റെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു എന്നെങ്കിലും കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലും തരം താവാൻ ഇനി വരാൻ നിൽക്കണ്ട കേട്ടോ. തെറിബീവിയുടെ മഹത്വം പറഞ്ഞിട്ട്, തെറിബീവിയുടെ മക്കളുടെ മഹത്വം പറഞ്ഞിട്ട് വരണ്ട. ഇപ്പോൾ ഒറ്റക്ക് മൂഞ്ചി കുത്തിരിക്കല്ലേ, അതാ അങ്ങനെ ആയതാ. നിനക്ക് തന്നതാ ദൈവം, നിന്റെ കയ്യിലിരിപ്പുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ, എല്ലാവിധ കഷ്ടപ്പാടും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്താ പറയാ പ്രാഗിക്ക്. ഓക്കെ, ടാറ്റാ.